ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് 1915 നടന്ന പുലയ ലഹളയെക്കുറിച്ചും പെരിനാട് ലഹളയെക്കുറിച്ചും പഠിക്കാം. ദളിത് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾക്കു വേണ്ടി നടന്ന ലഹളയാണ് പുലയ ലഹള. പഞ്ചമി എന്ന ദളിത് വിദ്യാർത്ഥിനിയെ ഊരുട്ടമ്പലം സ്കൂളിൽ പ്രവേശിപ്പിക്കാനുള്ള അയ്യങ്കാളിയുടെ ശ്രമം അധികാരികൾ തടഞ്ഞതാണ് ലഹളയ്ക്ക് കാരണം. പുലയ ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് അയ്യങ്കാളി. തിരുവനന്തപുരത്തെ ബാലരാമപുരത്തിനടുത്തുള്ള ഊരുട്ടമ്പലം എന്ന സ്ഥലത്ത് ഈ ലഹള നടന്നതിനാൽ ഊരുട്ടമ്പലം ലഹള എന്നും അറിയപ്പെടുന്നു. കൊല്ലവർഷം 1090 നടന്നതിനാൽ 90-ാം ആണ്ട് ലഹള എന്നും അറിയപ്പെടുന്നു. ഇനി പെരിനാട് ലഹള. പെരിനാട് ലഹളയ്ക്കും നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ്. പുലയരുൾപ്പെടെ താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾ കാതിലും കഴുത്തിലും ജാതിയുടെ അടയാളമായി കല്ലുകൊണ്ടുള്ള ആഭരണങ്ങളാണ് അണിഞ്ഞിരുന്നത്. ഇതിനെതിരെ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കല്ലുമാല ബഹിഷ്കരിക്കുകയും സവർണ ജാതിക്കാർ അണിയുന്നത് പോലുള്ള ആഭരണങ്ങൾ അണിയുവാനുള്ള അവകാശം താഴ്ന്ന ജാതിക്കാർ നേടിയെടുക്കുകയും ചെയ്തു. പെരിനാട് ലഹളയുടെ പ്രധാന സമര കേന്ദ്രം കൊല്ലം. പെരിനാട് ലഹള അറിയപ്പെടുന്ന മറ്റൊരു പേര് കല്ലുമാല സമരം. താങ്ക് യു. ഫോളോ ഫോർ മോർ.